بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പയുടെ ശ്രേഷ്ഠതകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉപ്പാപ്പ തന്നെ അവിടുന്ന് എത്ര ഉന്നത സ്ഥാനത്താണ് ഉള്ളത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് വരികൾ മുഹയ്യിദ്ദീൻ മൗലിദിലും പരിശുദ്ധമായ ജലാലിയ റാത്തീബിലും കാണാൻ സാധിക്കുന്നതാണ്. ദീവാനുൽ ജീലാനി എന്ന കിതാബിൻ്റെ 150-ാമത്തെ പേജിൽ നിന്നാണ് ഈ വരികൾ വായിക്കുന്നത്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ അവിടുത്തെ ഉന്നതമായ സ്ഥാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വിവരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉപ്പാപ്പ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മിൻഹാ ശുഹൂറുൻ ഔ ദുഹൂറു തമുറു വതൻഖളി ഇല്ലാ ആതാലി വതുഖ്ബിറുനി ബിമാ യഅതി വയജ്രി വതുഅലിമുനി فأقصر عن جدالي. ഏതൊരു മാസവും കഴിഞ്ഞു പോകുന്നതിന് മുമ്പ്, അഥവാ ഓരോ മാസവും കടന്നു വരുമ്പോൾ അത് എൻ്റെ അടുത്ത് വരുന്നതാണ്. മാസം, ദിവസം, ഇതെല്ലാം ഓരോ ദിവസവും എന്നല്ല, ഓരോ ദിവസം അതുപോലെ ഓരോ മാസം ഇതൊക്കെ ആരംഭിക്കുമ്പോൾ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ തിരുഹളറത്തിൽ വരും. എന്നിട്ട് വതുഖ്ബിറുനി ബിമാ യജ്രി വയഅതി, ആ ദിവസത്തിൽ ആ മാസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആ ദിവസം, ആ കാലം, ആ മാസം ഗൗസുൽ ആലം തങ്ങൾ പാപ്പയോട് പറഞ്ഞു കൊടുക്കും. വതുഅലിമുനി, അത് എനിക്ക് അറിയിച്ചു തരും. എന്തൊക്കെയാണ് ഈ കാലത്ത്, ഈ മാസത്തിൽ
കഴിഞ്ഞു പോകുന്നത്, നടക്കാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരും. ഫഖ്സിറു അൻ ജിദാലി, ഫഖ്സിർ അൻ ജിദാലി എന്നും റിപ്പോർട്ടുണ്ട്. അഥവാ ഈ വിഷയത്തിൽ എന്നോട് തർക്കിക്കാൻ വരണ്ട. കാരണം ഓരോ ദിവസവും കടന്നു വരുമ്പോൾ ആ ദിവസത്തെ കാര്യം വിശദമായി ആ ദിവസം എനിക്ക് പറഞ്ഞു തരും. ഓരോ മാസവും തുടങ്ങുമ്പോൾ ആ മാസത്തിൽ മൊത്തത്തിൽ നടക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ മാസം എന്നോട് പറഞ്ഞു തരുന്നതാണ്. അഥവാ കാലമെല്ലാം മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ്. അപ്പോ കാലം ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ അധീനതയിലാകുന്നു. ബിലാദുല്ലാഹി മുൽക്കി തഹ്ത ഹുക്മി വവഖ്തി ഖബ്ല ഖബ്ലി ഖസ്വഫാലി. കാലം മാത്രമല്ല എൻ്റെ അധീനതയിൽ, ബിലാദുല്ലാഹി മുൽക്കി, അള്ളാഹുവിൻ്റെതായ എല്ലാ നാടുകളും, ആകാശഭൂമികൾ അള്ളാഹു പടച്ചതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ ബിലാദാണ്. അതെല്ലാം മുൽക്കി, എൻ്റെ അധികാരത്തിലാണ്. അള്ളാഹു പടച്ച എല്ലാ ഇടവും എൻ്റെ അധികാരത്തിലാണ്. തഹ്ത ഹുക്മി, ഒന്നുകൂടി വ്യക്തമായാണ് അത് പറഞ്ഞത്. എൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഞാനാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വവഖ്തി ഖബ്ല ഖബ്ലി ഖസ്വഫാലി, വവഖ്തി എൻ്റെ സമയം, ഖബ്ല ഖബ്ലി ഞാനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ഖസ്വഫാലി എനിക്ക് തെളിഞ്ഞിരിക്കുന്നു. എല്ലാം കൃത്യമായി വ്യക്തമായി തെളിഞ്ഞ അതിൻ്റെതായ കൃത്യസമയത്താണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല റെഡിയാക്കി വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും എല്ലാ സമയവും എല്ലാ അല്ലാഹു പടച്ച എല്ലാ നാടും എല്ലാ ഇടവും എല്ലാം എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഒക്കെ എനിക്ക് താഴെയാണ്, എല്ലാം എന്നെ അനുസരിക്കുന്നതാണ്. തുബൂലി ഫീസ് സമാവൽ അർളി ദൂഖത് വശാഉ സുസ്സഅദതി ഖദ് ബദാലി. ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ ഓരോ വചനങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഖാദിരിയ തരീഖത്തുകാരന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. ആ ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ മുരീദാണല്ലോ ഞാൻ എന്ന് ആ മനുഷ്യന് അഭിമാനം വരും. അതോടൊപ്പം ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ മുരീദായ എൻ്റെ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന വിഷയത്തിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ വലിയ ഭയവും ഉണ്ടാകുന്നതാണ്. പാപ്പ പറയുകയാണ്, തുബൂലി എൻ്റെ തബലകൾ, ഫിസ്സമാ ആകാശത്ത്, വൽ അർളി ഭൂമിയിലും, ദുഖത്ത് അത് മുട്ടിയിരിക്കുന്നു. എൻ്റെ ദഫ്, എൻ്റെ തബല ആകാശത്തിലും മുട്ടിയിരിക്കുന്നു, ഭൂമിയിലും മുട്ടിയിരിക്കുന്നു. വശാഉ സുസ്സഅദതി ഖദ് ബദാലി, വിജയത്തിന്റെ നേതൃത്വം അത് എനിക്ക് വെളിവായിരിക്കുന്നു. സഅദത്ത്, അസ്സഅദ, ഏറ്റവും വലിയ വിജയം, അതിൻ്റെ നേതൃസ്ഥാനം എനിക്കാണ്, ഞാനാണ് അതിൻ്റെ നേതാവ് എന്ന കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. ആകാശ ലോകങ്ങളിലും ഭൂമി മുഴുവനും എൻ്റെ തബലകൾ, എൻ്റെ ദഫുകൾ മുട്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും പാപ്പ അവിടുത്തെ നാട്, അവിടുത്തെ പേര് എല്ലാം വ്യക്തമായി പരിചയപ്പെടുത്തുന്നു. അനൽ ജീലാനി
മുഹിയുദ്ദീനു ഈസ്മി വഅലാമി അലാ റഅസിൽ ജിബാലി. ഞാൻ ജീലാനിക്കാരനാണ്. മറ്റൊരു വരിയിൽ അനൽ ജീലി എന്ന് കാണാം. എല്ലാം ശരിയാണ്. അനൽ ജീലാനി മുഹിയുദ്ദീനു ഈസ്മി, എൻ്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. വഅലാമി അലാ റഅസിൽ ജിബാലി, എൻ്റെ കൊടികൾ എല്ലാ പർവ്വതങ്ങളുടെയും ശിഖരങ്ങളിലാകുന്നു. ഏറ്റവും ഉയർന്ന ശിഖരങ്ങളുള്ള പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളുടെ ഏറ്റവും ഉച്ചിയിലാണ് ഖാദിരിയ ത്വരീഖത്തിന്റെ കൊടികൾ നാട്ടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ കൊടിക്ക് മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയല്ലാതെ മറ്റൊരു കൊടിയില്ല. ഏറ്റവും മുകളിലാണ് എൻ്റെ കൊടി. അവിടെയാണ് ഏറ്റവും ഉന്നതമായ ശിഖരങ്ങളിൽ എൻ്റെ കൊടികൾ നാട്ടപ്പെട്ടിരിക്കുന്നു. പാപ്പ വീണ്ടും പരിചയപ്പെടുത്തുന്നു. അനൽ ഹസനിയു വൽ മിഖ്ദഅ മഖാമി വഖദാമി അലാ ഉനുഖിർ റിജാലി. ഞാൻ ഹസനിയാണ്. ഞാൻ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. വൽ മിഖ്ദഅ മഖാമി, എൻ്റെ മഖാം മിഖ്ദഅാകുന്നു. വല്ലാത്തൊരു ചരിത്രമാണത്. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ കാലഘട്ടത്തിൽ മഹാനായ അഷേഖ് അബ്ദുറഹ്മാൻ തഫ്സൂജിനി റളിയല്ലാഹു എന്ന് പറഞ്ഞ വലിയൊരു മഹാനുണ്ടായിരുന്നു. ആ മഹാൻ അവിടുത്തെ മുരീദുമാരോട് പരിചയപ്പെടുത്തി, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയ സ്ഥാനത്തെത്തിയ ആള് ഞാനാണ്. ഈ സംഭവം പറയേണ്ട താമസം ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ അവിടുത്തെ മുരീദുമാരെ ആ ഷേഖിന്റെ ഹദ്റത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അയച്ചപ്പോൾ ആ ഷേഖിന്റെ ഹദ്റത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മുരീദുമാരെ കണ്ടുമുട്ടി. അദ്ദേഹം പറയുന്നത്, ഇന്ന് ഈ ലോകത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ അവിടുത്തെ മുരീദുമാരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോ അദ്ദേഹത്തിന്റെ ചില മുരീദന്മാരെ കാണും. അപ്പോൾ നിങ്ങൾ അവരെയും കൂട്ടി അവരുടെ ഷെയ്ഖിന്റെ ഹദറത്തിൽ പോകണം. എന്നിട്ട് പറയണം, ഫഖൂലു ലഹു അബ്ദുൽ ഖാദിർ യുസല്ലിമു അലൈക വയഖൂലു ലക്. ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ നിങ്ങളോട് സലാം പറഞ്ഞിരിക്കുന്നു, എന്നിട്ടൊരു കാര്യവും പറഞ്ഞിരിക്കുന്നു. അന്ത ഫിദ്ദറകാത്ത്, നിങ്ങൾ 40 വർഷമായി ദറക്കാത്ത് എന്ന മഖാമിലാണ്. വമൻ ഹുവ ഫിദ്ദറകാത്തി ലാ യറാ മൻ ഫിൽ ഹദ്റ, ദറക്കാത്തിലുള്ള ഒരു മനുഷ്യൻ, ദറക്കാത്ത് മഖാമിലുള്ള ഒരു മനുഷ്യൻ, ഒരു ഖുത്ബ്, ഒരു ഗൗസ്, അതിനു മുകളിലാണല്ലോ അൽ ഹദ്റ എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്തുള്ളത്. ആ മഖാമിലുള്ള ആളെ എങ്ങനെ കാണാനാണ്? കാണാൻ കഴിയുകയില്ല. വമൻ ഫിൽ ഹദ്റത്തി, ഇനി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്ത് എന്ന മഖാമിൽ ഒരാൾ എത്തിയാൽ തന്നെ ലാ യറാ മൻ ഹുവ ഫിൽ മിഖ്ദഅ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്തിൽ നിന്നും ഏറ്റവും അടുത്ത ഹദ്റത്താണ് മിഖ്ദഅ മഖാം. ആ മിഖ്ദഅ മഖാമിലുള്ള ആളെ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ ഇരിക്കുന്ന ഏറ്റവും ഉന്നതനായ ഗൗസിന് പോലും കാണാൻ കഴിയുകയില്ല. അപ്പൊ എന്റെ താഴെയുടെയും താഴെയുള്ള മഖാമാണ് നിങ്ങളുടേത് എന്ന് ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ അവിടുത്തെ മുരീദുമാർ വഴി ആ ഷേഖിനെ അറിയിക്കുകയായി. അതാണ് അനൽ ഹസനിയു വൽ മിഖ്ദഅ മഖാമി വഖദാമി അലാ ഉനുഖിർ റിജാലി. ഞാൻ ഹസനിയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്തിലെ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മഖാമായ മിഖ്ദഅ മഖാമിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പാദങ്ങൾ അലാ ഉനുഖിർ റിജാലി,
എല്ലാ മശായഹന്മാരുടെയും എല്ലാ ഖുതുബീങ്ങളുടെയും എല്ലാ ഗൗസിയങ്ങളുടെയും പിരടികൾക്ക് മുകളിലാണ് എൻ്റെ 2 കാലുകളും. എന്നിട്ട് ബാബ പറയുകയാണ്, റിജാലുൻ ഖയ്യമൂ ഫീ ഹയ്യി ലൈല വനാലൂ ഫിൽ ഹവാ അഖ്സാമു നാലി. റിജാലുൻ, മഹാന്മാരായ മശായഖന്മാർ, എൻ്റെ മുരീദുമാർ, ഖയ്യമൂ ഫീ ഹയ്യി ലൈല, അവരുടെ ലൈലയുടെ നാട്ടിൽ അവർ ഖൈമ കെട്ടിയിരിക്കുന്നു, അവർ തമ്പടിച്ചിരിക്കുന്നു. അവരുടെ ലൈല, അവരുടെ സ്നേഹവാചനം, അവർ സ്നേഹിക്കുന്നത്, അവർ പ്രേമിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ നാട്ടിൽ, അള്ളാഹുവിന്റെ ഹദറത്തിൽ അവർ തമ്പടിച്ചു കൂടിയിരിക്കുന്നു. വനാലൂ ഫിൽ ഹവാ അഖ്സാമു നാലി, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവർ നേടിയിരിക്കുന്നു, അവർക്ക് അള്ളാഹുവിനെ കിട്ടിയിരിക്കുന്നു. തങ്ങൾ പാപ്പയുടെ ഉന്നതന്മാരായ മുരീദുമാരെ കുറിച്ച്, ഉന്നതന്മാരായ മശായിഖന്മാരെ കുറിച്ചാണ് പറയുന്നത്. റിജാലുൻ ഫിന്നഹാരിലു യൂസുഗാബി വറുഹ്ബാനുൻ ഇദാ ജന്നല്ലയാലി. റിജാലുൻ, മശായിഖന്മാർ, അവരാണ് ആണുങ്ങള്, അവരാണ് ആണുങ്ങൾ. ഫിന്നഹാരി, അവർ പകലിൽ. ലയൂസുഗാബി, കാട്ടിലെ സിംഹംകുട്ടികളാണ്, കാട്ടിലെ സിംഹങ്ങളാണ് അവർ. ശുജായികളാണ്, ധീരന്മാരാണ്. എന്നാൽ വറുഹ്ബാനുൻ ഇദാ ജന്നല്ലയാലി, രാത്രിയായാൽ അവർ അള്ളാഹുവിന്റെ ഹദറത്തിൽ ഇരിക്കുന്നവരാണ്. പകലാവട്ടെ അവർ ശുജായികളായി ജീവിക്കുന്നവരാണ്. റിജാലുൻ ഫീ ഹവാജിരിഹിം സിയാമു വസൗതു അവീലിഹിം ഫിൽ ലൈലി ആലി. ഇതേ ആശയത്തിലുള്ള മറ്റൊരു വരി, റിജാലുൻ ഫീ ഹവാജിരിഹിം സിയാമു, ആണുങ്ങളായ മശായിഖന്മാർ, ഫീ ഹവാജിരിഹിം, അവരുടെ പകൽ സമയങ്ങളിൽ, സിയാമു, അവർ നോമ്പെടുത്തവരാകുന്നു. വസൗതു അവീലിഹിം ഫിൽ ലൈലി ആലി, രാത്രികളിൽ, രാത്രി എല്ലാവരും അന്തി ഉറങ്ങുമ്പോ അവരുടെ ഗദ്ഗദം ഉയരുകയായി, അവർ അള്ളാഹുവിനോട് പൊട്ടിക്കരയുകയായി, അവർ അള്ളാഹുവിനോട് മനസ്സ് പിടഞ്ഞുകൊണ്ട് അടുക്കുകയായി, അവരുടെ ഹൃദയം പൊട്ടുകയായി. ആ ഹൃദയം പൊട്ടുന്ന ശബ്ദം അതാ ഉയർന്നു കേൾക്കുന്നു. റിജാലും മൽതഹു അൻഹു ബിശൈഇ വമഖ്താറു ഖുസൂറൻ ഫീ ആവാലി. അവിടുത്തെ ഉന്നതന്മാരായ മശായിഖന്മാർ, അവിടുത്തെ ഉന്നതന്മാരായ മുരീദുമാർ, അവരാണല്ലോ ആണുങ്ങള്. അവരെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ആ ആൺകുട്ടികൾ, മൽതഹു അൻഹു ബിശൈഇൻ, അവർ അള്ളാഹുവിനെ വിട്ട് മറ്റൊന്നും ആഗ്രഹിച്ചില്ല. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നും അവർ കൊതിച്ചില്ല. വമഖ്താറു ഖുസൂറൻ ഫീ ആവാലി, വലിയ വലിയ കൊട്ടാരങ്ങളിൽ അവർ കണ്ണുവെച്ചില്ല. അവർ കണ്ണുവെച്ചത് അള്ളാഹുവിനെ മാത്രമാണ്, അവർ കൊതിച്ചത് അള്ളാഹുവിനെ മാത്രമാണ്. റിജാലുൻ ലാ യുളാമു ലഹും നസീലു വലാ യഷ്ഖൽ ജലീസു വലാ യുബാലി. ആ ആൺകുട്ടികൾ, ലാ യുളാമു ലഹും നസീലു, അവർക്ക് തുല്യരില്ല, അവർക്ക് പകരം അവർ മാത്രമാണ്. വലാ യഷ്ഖൽ ജലീസു, ആ ആൺകുട്ടികൾ, ആ മശായിഖന്മാർ, ഉന്നതന്മാരായ ആ മഹാന്മാരോട് കൂടെ ഇരുന്ന ആരും ലാ യഷ്ഖ, പരാജയപ്പെടുകയില്ല. വലാ യുബാലി, അവർ
അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഗൗനിക്കുകയില്ല, പരിഗണിക്കുകയില്ല. റിജാലുൻ സായിഹൂന ബികുല്ലി വാദി വഫിൽ ഗാബാതി ഫീ ത്വലബിൽ വിസ്വാലി. ആ ആൺകുട്ടികൾ ആരാണെന്നറിയുമോ? സായിഹൂന ബികുല്ലി വാദി, എല്ലാ മലഞ്ചെരിവുകളിലും അവർ സഞ്ചരിക്കും. വഫിൽ ഗാബാതി, എല്ലാ കാടുകളിലും അവർ സഞ്ചരിക്കും. ഫീ ത്വലബിൽ വിസ്വാലി, നാടും കാടും എല്ലാ ദേശങ്ങളും അവർ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ വസൂല്, അള്ളാഹുവിന്റെ വിസ്വാല്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക, ഈ ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാകുന്നു അവരുടെ സഞ്ചാരം മുഴുവൻ. എന്നിട്ട് ഉപ്പാപ്പ പറയുകയാണ്, അനാ ശൈഖുൽ മശായിഖി ഹുസ്തു ഇൽമ. ഇവരെല്ലാം വലിയ വലിയ ആൺകുട്ടികളാണ്, ശൈഖന്മാരാണ്, ആൺകനിഷ്ഠരാണ്. ഇവർക്ക് തുല്യരായി ആരുമില്ല. ഇവരോടൊപ്പം ഒരാൾ ഇരുന്നാൾ അവർ ആരും പരാജയപ്പെടുകയില്ല. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഇവർ ഗൗനിക്കുകയുമില്ല. എന്നാൽ എന്റെ മഖാം എന്ന് പറയുന്നത് അന ശൈഖുൽ മശായിഖി, ഞാൻ ഈ എല്ലാ ശൈഖന്മാരുടെയും മുകളിലെ ശൈഖാകുന്നു. അനാ ശൈഖുൽ മശായിഖി ഹുസ്തു ഇൽമ ബിആദാബിൻ വഹിൽമിൻ വത്തിസ്വാലി. എങ്ങനെയാണ് ഇൽമ് കരസ്ഥമാക്കേണ്ടത്? ഹുസ്തു ഇൽമ, ഒരുപാട് അറിവുകൾ ഞാൻ നേടിയിരിക്കുന്നു. ബിആദാബിൻ, അതിൻ്റെതായ എല്ലാ ആദാബുകളോടും കൂടിയാണ് ഞാൻ ഇൽമ് നേടിയത്. വഹിൽമിൻ, ഇൽമ് നേടുമ്പോൾ ഒരുപാട് സഹനം ആവശ്യമാണ്. ആ സഹനത്തോടു കൂടിയും ആണ് ഞാൻ ഇൽമ് നേടിയത്. വത്തിസ്വാലി, ഒരുപാട് അറിവ് അതിൻ്റെതായ അദബോടും സഹനത്തോടും കൂടി നേടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അള്ളാഹുവിലേക്ക് എത്തിച്ചേരലാണ്. ആ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക എന്നതും ഞാൻ നേടിയിരിക്കുന്നു. ഇങ്ങനെ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ തന്നെ, ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയെ പറ്റി ഒരുപാട് പരിചയപ്പെടുത്തി, ആർക്കും ചോദ്യം ചെയ്യാനിടവില്ലാത്ത വിധം, ആർക്കും ഒരു സംശയവും ഉന്നയിക്കാൻ ഇടം ഇല്ലാത്ത വിധം വളരെ വ്യക്തമായി കൃത്യമായി ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഉപ്പാപ്പ ഒരു വല്ലാത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫമൻ ഫീ ഔലിയാഇല്ലാഹി മിസ്ലി വമൻ ഫിൽ ഹുക്മി വത്തസ്രീഫി ഖാലി. ഫമൻ ഫീ ഔലിയാഇല്ലാഹി മിസ്ലി, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ എന്നെ പോലെ ആരുണ്ട്? വല്ലാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ അർത്ഥം അവസാന കാലം വരെ എല്ലാ ഔലിയാക്കന്മാരും മശായിഖന്മാരും വിശദീകരിച്ചാലും എങ്ങോട്ടും എത്തുകയില്ല. ആരുണ്ടാതന്റെ മഖാമീനെ എത്തിയിട്ട് ആരാനും ഉണ്ടെങ്കിൽ ചൊല്ലുവിനെന്നോവർ. വമൻ ഫീ ഔലിയാഇല്ലാഹി മിസ്ലി, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ എന്നെപ്പോലെ ആരുണ്ട്? വമൻ ഫിൽ ഹുക്മി വത്തസ്രീഫി ഖാലി, ഹുക്മിന്റെ കാര്യത്തിൽ, വിധി പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ, അതുപോലെ ഇതെല്ലാം കൈകാര്യം ചെയ്ത് ഇതെല്ലാം നോക്കി നടത്തുന്ന തസറുഫാത്ത്, ഇതിലെല്ലാം എന്നെ പോലെ ആരുണ്ട്? എനിക്ക് അടുത്തായി ആരുണ്ട്? ആരുമില്ല തന്നെ. അതുകൊണ്ട് തന്നെ തറദ്ദുന്യാ ജമീഅൻ വസ്തകാഫി കഹർദലത്തിൻ അലാ ഹുക്മിൻ നവാലി. തറദ്ദുന്യാ, നിനക്ക് ദുനിയാവിനെ കാണാം. ജമീഅൻ, ദുനിയാവ് മുഴുവൻ.
വസ്തകഫീ, എന്റെ ഉള്ളൻ കയ്യിലായി കാണാം. ഭൂമിയോരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി ആദോക്കെയും ഒരു ചൂവടെന്നോവർ. ഭൂമിയെല്ലാം അതിൻ്റെ ഉള്ളം കയ്യിലാകുന്നു. തറദ്ദുന്യാ ജമീഅൻ വസ്ത കഫി കഖർദലത്തിൻ അലാ ഹുക്മിൻ നവാലി. മറ്റ് വരിയിൽ കാണാം അലാ ഹുക്മിത്തിസ്വാലി, ഉസൂലിന്റെ ഹുക്മ പ്രകാരം. ഇതെല്ലാം ഒരു ഖർദലത്ത് പോലെ അഥവാ കടുകുമണി പോലെ അത്രയും ചെറുതാണ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ അവിടുത്തെ ഉസൂലിന്റെ വിസ്വാലിന്റെ ആ മക്കാമിൽ നിന്ന് നോക്കുമ്പോ ഈ ഭൂമി, ഈ ദുനിയാവ് ഒരു കടുകുമണി പോലെയാണ്, അത്രയും ചെറുതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുരീദുമാരോട് പറയുകയാണ്, മുരീദി ലാ തഖഫ് വശിയം ഫഇന്നി അസൂമുൻ ഖാതിലുൻ ഇൻദൽ ഖിതാലി. മുരീദി ലാ തഖഫ് വശിയം ഫഇന്നി അസൂമുൻ ഖാതിലുൻ ഇൻദൽ ഖിതാലി. മുരീദി, എന്റെ മുരീദേ, ലാ തഖഫ് വശിയൻ. വേറൊരു വരിയിൽ കാണാം ലാ തഖഫ് വാഷിൻ. വരി അർത്ഥം, ഒരു ഏഷണിക്കാരന്, ഒരാളെയും നീ ഭയപ്പെടേണ്ടതില്ല. ഫൈന്നി, തീർച്ചയായിട്ടും ഞാൻ, അസൂമുൻ ഫഉൽ വസ്നാണ്, ഏറ്റവും വലിയ ദൃഢനിശ്ചയമുള്ള ആളാണ്, മനക്കരുത്തുള്ള ആളാണ്. ഖാതിലുൻ ഇൻദൽ ഖിതാലി, പോരാടേണ്ട സ്ഥലത്ത് ഞാൻ പോരാടുന്നതാണ് എൻ്റെ മുരീദേ, നിനക്ക് വേണ്ടി. എവിടെ ആരോട് പോരാടണോ അവരോട് ഞാൻ പോരാടുന്നതാണ്. അതുകൊണ്ട് തന്നെ ലാ തഖഫ്, നീ ഒരിക്കലും ആരെയും ഭയപ്പെടേണ്ട, നീ എൻ്റെ മുരീദായി ജീവിച്ചാൽ മതി. മുരീദി ലാ തഖഫ് അല്ലാഹു റബ്ബി ഹബാനി റിഫഅതൻ നിൽതുൽ മആലി. എന്തുകൊണ്ടാണ് എൻ്റെ മുരീദേ നിന്നോട് ഞാൻ ഒരിക്കലും ആരെയും ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? മുരീദി ലാ തഖഫ് അല്ലാഹു റബ്ബി, അല്ലാഹു ആണ് എൻ്റെ റബ്ബ്, അല്ലാഹു ആണ് എൻ്റെ റബ്ബ്, അല്ലാഹു എൻ്റെ കാര്യവും, അല്ലാഹുവും എൻ്റെ കാര്യം പരിപൂർണമായും നേരിട്ട് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നീ ആരെയും ഭയപ്പെടേണ്ട, നീ എൻ്റെ മുരീദായി ജീവിക്കുക. ഹബാനി റിഫഅതൻ നിൽതുൽ മആലി, അല്ലാഹു ഏറ്റവും ഉന്നതമായ സ്ഥാനം എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളെ ഞാൻ എത്തിച്ചിരിക്കുന്നു. മുരീദിഹിം വത്ബ് വഷ്തഹ് വഗന്നി വഫഅൽ മാ തശാ ഫൽ ഇസ്മു ആലി. മുരീദേ, നീ ആഗ്രഹിച്ചോ, നീ കൊതിച്ചോ, നീ നിന്റെ ഇഷ്ടത്തിൽ ജീവിച്ചോ, നീ ഉദ്ദേശിച്ചതെല്ലാം ചെയ്തോ, പക്ഷേ നീ എൻ്റെ മുരീദാകണം. അങ്ങനെ നീ ജീവിച്ചാൽ ഫൽ ഇസ്മു ആലി, നിന്റെ നാമം ഉയർന്നുയർന്നുയർന്നു പോകുന്നതാണ്. നീ എൻ്റെ മുരീദാവണം. കാരണം വകുല്ലു ഫതൻ അലാ ഖദമിൻ വഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാനെൻ്റെ സീബാവ കാൽവാശി എന്നോവർ. വകുല്ലു ഫതാ, ഓരോ ഫതയും, ഓരോ റജുലും, ഓരോ ആളും, ഓരോ വലിയും,
അലാ ഖദമിൻ, ഓരോ നബിയുടെ പാദത്തിലാണ്, ഓരോ നബിയുടെ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. വഇന്നി, തീർച്ചയായും ഞാൻ, അലാ ഖദമിൻ നബി ബദിരിൽ കമാലി, ഞാൻ എൻ്റെ സീബാവ കൽവശി എന്നോവർ, ഞാൻ എൻ്റെ വല്ലിപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ പാദത്തിലാണ്, ആ വഴിയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നീ കൂടിയാൽ, എൻ്റെ മുരീദായി നീ ജീവിച്ചാൽ പിന്നെ ഒന്നും നീ ഭയപ്പെടേണ്ട, നീ ആരെയും ഭയപ്പെടേണ്ട. അലൈഹി സ്വലാത്തു റബ്ബി കുല്ല വഖതി കതഅദാദി റിമാലി മഅൽ ജിബാലി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ മേൽ അള്ളാഹുവിന്റെ സ്വലാത്ത് വർഷിക്കട്ടെ. മരുഭൂമിയിലെ മണൽ തരികൾക്ക് സമാനമായി അറ്റമില്ലാത്ത സ്വലാത്ത് അള്ളാഹു മുത്തുനബിയുടെ മേൽ വർഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉപ്പാപ്പ ആരാണ്? ഉപ്പാപ്പയുടെ മുരീദ് ആരാണ്? ഈ വഴിയുടെ ശ്രേഷ്ഠത എന്താണ് എന്ന് ആർക്കും ഒരു സംശയവും ഇടവരാത്ത വിധം വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ച് തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഖാദിരിയ്യ ത്വരീഖത്തിൽ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ വഴിയിലായി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ മുരീദായി ജീവിക്കുക. നാം എല്ലാം നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ അനുസരണയുള്ള പൊരുത്തപ്പെട്ട മുരീദായി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അവിടുത്തെ മുരീദായി ജീവിച്ചാൽ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ മുരീദായി, ഒരാൾ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ മുരീദായാൽ അവന്റെ എല്ലാ കാര്യങ്ങളും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഏറ്റെടുത്തിരിക്കുന്നു. ഫിദ്ദുനിയ വൽ ആഖിറ. പിന്നെ അവന് ഖൗഫുമില്ല, ഹുസ്നുമില്ല. അല്ലാഹു അത്തരം മുരീദുമാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖാദിരിയ്യ തരീഖത്തിന്റെ കാമിലായ ദിക്ർ, ഈ വഴിയിൽ എത്തിയവരെല്ലാം ഈ വഴിയിൽ ഉറച്ചു നിൽക്കുക, മജ്ലിസുമായി ബന്ധപ്പെടുക. ജീവന്റെ ജീവനായ നമ്മുടെ എല്ലാം രണ്ട് ലോകത്തെയും വഴികാട്ടിയും പ്രതീക്ഷയും എല്ലാമായ ജാതിയേരി ഷെയ്ഖ് ഉപ്പാപ്പയുമായി ബന്ധം പുലർത്തി അവിടുത്തെ സ്വഹബത്തിലായി, അവിടുത്തെ മഹബത്തിലായി, അവിടുത്തെ തർബിയത്തിലായി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വഴിയിലേക്ക് ഇതുവരെ എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഖാദിരിയ്യ തരീഖത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന ജാതിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാതിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.